ചൈനയ്ക്ക് തിരിച്ചടി. വളരെ ചെറിയ ഒരു സംഭവം, എന്നാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സംഭവം. പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ചൈനീസ് നിർമ്മിത വാഹനങ്ങൾ സൈനിക താവളങ്ങളിൽ പ്രവേശിക്കുന്നതിന് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ വെറും ഒരു വാഹനത്തിന് എന്താണ് ചെയ്യാനാവുക എന്നാണോ ചിന്തിക്കുന്നത്? കൃത്യമായി പറഞ്ഞു തരാം. ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളിലെല്ലാം അത്യാധുനിക ഫീച്ചേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എംബഡഡ് സെൻസറുകൾ, ക്യാമറകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവ ചാരവൃത്തിക്ക് സഹായകമാകുമെന്ന ആശങ്കയെ തുടർന്നാണ് ഇസ്രായേലിന്റെ ഈ ഒരു വലിയ നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ചൈനീസ് നിർമ്മിത വാഹനങ്ങൾ സൈനിക താവളങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ പ്രതിരോധ സേന അല്ലെങ്കിൽ IDF കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യം നേരത്തെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും 2026 തുടക്കത്തിൽ ചൈന മെയ്ഡ് കാറുകൾ നീക്കം ചെയ്യണമെന്ന് തീരുമാനം എടുക്കുകയായിരുന്നു. 2022 മുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ചൈന നിർമ്മിതമായ കാറുകൾ നൽകിയിരുന്നു. ചെറി ടിഗോ 8 Pro അടക്കമുള്ള ഏകദേശം 700 വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമ്മുടെ ഫോണുകൾ പോലെ തന്നെ ഇപ്പോഴിറങ്ങുന്ന ഒട്ടുമിക്ക കാറുകളും സ്മാർട്ട് ആണ്. കാറിനുള്ളിൽ ഇന്റർനെറ്റ് കണക്ഷനും സിം അടക്കം ഉപയോഗിക്കാനുള്ള സജ്ജീകരണങ്ങളുമുള്ള കാറുകളാണ് ഓരോ ദിവസവും നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് നിർമ്മിതമായ ഇത്തരത്തിലുള്ള കാറുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നതായി പറയപ്പെടുന്നത്. ഉപയോക്താക്കളുടെ അറിവില്ലാതെ ചൈനയുടെ സെർവറുകളിലേക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഡേറ്റ, അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ ഡേറ്റകൾ, ബയോമെട്രിക് വിവരങ്ങൾ അടക്കം കൈമാറ്റപ്പെടുമെന്നതിന്റെ സാധ്യത ഇസ്രായേലി സുരക്ഷാ ഏജൻസി മനസ്സിലാക്കിയതോടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് വലിയൊരു അപകട സാധ്യതയായി തന്നെയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ചൈനീസ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെൻസിറ്റീവായ സ്ഥലങ്ങളിൽ കൊണ്ടുവരരുത് എന്ന കൃത്യമായ നിർദ്ദേശം പാലിക്കുന്നുണ്ട്. സെൻസിറ്റീവ് ഏരിയകളിൽ വരുമ്പോൾ ഈ കാറുകൾ പുറത്തു പാർക്ക് ചെയ്താണ് അവർ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇസ്രായേലിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത്. UK-യിലെ സൈനിക സൈറ്റുകളിൽ ചൈനീസ് വാഹനങ്ങളെ നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോളണ്ടും ഇത്തരത്തിലൊരു നീക്കം നടത്താൻ പദ്ധതിയിടുകയാണ്. ഇന്ത്യയിലും ഇതുപോലുള്ള ചൈനീസ് നിർമ്മിത കാർ ബ്രാൻഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബ്രാൻഡുകൾ ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ വളർച്ചയാണ് ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ആഴത്തിൽ വേരൂന്നി വരുന്ന ഒരു ചൈനീസ് കമ്പനിയുണ്ട്. അത് 25 മുതൽ 29% വരെയാണ് വിഹിതം കൈയടക്കിയിരിക്കുന്നത്. അതേസമയം വളർന്നു വരുന്ന മറ്റൊരു ബ്രാൻഡ് 3% കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. നൂതന ടെലിമാറ്റിക്സ് ക്യാമറകൾ, കണക്ടിവിറ്റി സവിശേഷതകൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ വാഹനങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഉയർത്തിക്കാട്ടുന്ന സാങ്കേതിക വിദ്യകളിലേക്കാണ് കൈ ചൂണ്ടുന്നത്. നമ്മുടെ സേനയിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ചൈനീസ് വാഹനങ്ങളിലുള്ള നിരോധനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടുമാകാം. എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ ചൈനീസ് നിർമ്മിത വസ്തുക്കൾക്ക് തടയിട്ടിട്ടുണ്ട് എന്നത് എടുത്തു തന്നെ പറയണം. പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ ചൈനീസ് സാങ്കേതിക വിദ്യയെ ഇന്ത്യ വ്യാപകമായി പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഇസ്രായേലിന്റെ ഈ ഒരു നീക്കം രാജ്യം എങ്ങനെ എടുക്കുമെന്നത് കാത്തിരുന്നു തന്നെ പരിശോധിക്കണം.